ഇന്ന് നമുക്ക് ചെറിയൊരു ഉച്ചയൂണ് കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി പയറൊക്കെ ഉണ്ട്. അപ്പോൾ പയർ മെഴുക്കുവരട്ടി ആകാമെന്ന് വിചാരിച്ചു. പിടിപ്പയറാണ് കേട്ടോ. അപ്പോൾ പിടിപ്പയർ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മെഴുക്ക് വരട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയും ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പയർ മെഴുക്ക് പുരട്ടിയുടെ കൂടെ തന്നെ നമുക്ക് മീനായിട്ട് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. മത്തി നമുക്ക് തലേദിവസം തന്നെ കിട്ടിയ മത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ മത്തി നല്ല ഫ്രഷ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. അപ്പം കുറച്ച് മാത്രം ഒരു ആവശ്യത്തിന് ആ മീനിൻ്റെ പകുതി മീൻ പൊങ്ങി കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഇന്നാണ് എടുക്കുന്നതെങ്കിൽ ഇന്ന് എടുക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ട് മീനിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച മീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അത് കുതിർത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെതമ്പിലൊക്കെ പോയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത നമ്മുടെ മെഴുക്കുവരട്ടി പരിപാടിയിലേക്ക് പോവുകയാണ്. മെഴുക്കുവരട്ടിക്ക് എല്ലാവരും സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ആദ്യം സവാള ഇട്ട് പിന്നെ നമ്മുടെ പയറിട്ട് ഇങ്ങനെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കും. സമയമൊന്നും കളയാൻ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ട് ഉള്ള അടുത്ത പുറപ്പാടാണ്. അപ്പം മീൻ അവിടെ കുതിർക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. നമ്മളവിടെ അരപ്പ് തയ്യാറാക്കുവാണ്. കുറച്ച് തേങ്ങയും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുത്തു. ആ സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ വെട്ടിയെടുത്തു. നല്ല കൊച്ചുമത്തിയാണേ. ഇപ്പം നമുക്ക് മത്തി സീസണൊക്കെ ആണല്ലോ. അപ്പോൾ കൊച്ചുമത്തിയാണ് കിട്ടിയത്. അപ്പോൾ ആ മത്തിയെല്ലാം വെട്ടിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ അരപ്പ് നമ്മൾ ചട്ടിയിലോട്ട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളകാണ് കേട്ടോ. മുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ അധികം നമ്മുടെ കളറുള്ള മുളക് പൊടിയായി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുളക് അത്ര പോരാന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പും പുളിയും കറിവേപ്പിലയും മീനും എല്ലാം ഒരേ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വെക്കുവാണേ. കുറച്ച് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ വറുക്കാനും എടുത്ത് വെക്കാം. അപ്പോൾ ഈ മീനിൻ്റെ അകത്ത് നമുക്ക് വറുക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ പുതിനയിലയോ എന്തെങ്കിലും മല്ലിയും പുതിനയും കറിവേപ്പിലയും ഉള്ളതുകൊണ്ട് മൂന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കൂടെ നമുക്ക് മുട്ട ഫ്രൈ ചെയ്തതുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചേർത്ത മുട്ട ഫ്രൈക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി, അതുപോലെ തന്നെ മത്തി ഫ്രൈയും പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി പിടിപ്പയർ മെഴുക്ക് പുരട്ടിയാണ്, അതുപോലെ തന്നെ മുട്ട ഫ്രൈയും. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയൂണാണ് ഇത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഉച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.